ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ കോക്കോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തി കേട്ടോ. റൂമിലെത്തിയപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യണമെന്ന്. അങ്ങനെ പിന്നെ പുറത്ത് പോയിട്ട് അവിടെ കറ്റാർ വാഴ വളർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 കറ്റാർ വാഴയുടെ ഇതൾ പിച്ചിക്കൊണ്ട് വന്നത് അവിടെ വെച്ചതിന് ശേഷം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം 2 മണിക്കൂർ സമയമുള്ളൂ. 2 മണിക്കൂർ സമയത്തിൽ എല്ലാം ചെയ്ത് തീർക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ചോറെടുക്കുകയാണ്. പിന്നെ ചോറിനോടൊന്ന് സ്പെഷ്യൽ കറികളായിട്ട് ഒന്നുമില്ല. കാരണം ഓൾറെഡി ഇവിടെ ബാബ പിടിച്ചുകൊണ്ട് വന്ന മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തതേ ഉള്ളൂ. കറി വെച്ചാൽ ഇങ്ങനെ ഇവിടെ എപ്പോഴും അങ്ങനെ കൂട്ടത്തില്ല. കറി വെക്കുമ്പോൾ ഇതിനെന്തോ ഒരു സ്മെല്ല് പോലെയാണ് കേട്ടോ. വറുക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല മാംസമുള്ള മീനാണ് കേട്ടോ. എനിക്ക് 2 പീസ് മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി 2 ദിവസം വെച്ച കറി ഇരിപ്പുണ്ടായിരുന്നു. ഇച്ചിരി അയലക്കറിയുടെ ഒരിത്തിരി ചാറിരിപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മതി. ഞാനങ്ങനെ കറി ഒരുപാട് അങ്ങനെ കൂട്ടുന്ന ആളല്ല. കുറച്ച് കറി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ കോക്കോ ഇവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോക്കോൻ്റെ വോയിസും ഇതിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നത് വലത് കൈ കൊണ്ടാണ് കേട്ടോ. ഈ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഇടതായിട്ട് തോന്നും. കാരണം ഞാൻ വലത് കൈ കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയല്ലേ എടുക്കാറ്. നല്ല മാംസമുള്ള മീനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി റൂമിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ റൂമിലെ പണികളൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ചു. ഈ രാവിലെ ഡ്യൂട്ടിക്ക് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് റൂമിലെ പണികളൊന്നും ഒതുക്കാൻ ഞാൻ നിൽക്കാറില്ല. പിന്നെ നല്ല തണുപ്പ് കാരണം ഞാൻ ആ കതക് അങ്ങ് ക്ലോസ് ചെയ്താണ്. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം തണുപ്പുള്ളത് കൊണ്ട് ഇന്ന് മാമാടെ അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ വിൻഡോസ് എല്ലാ ദിവസവും തുറന്ന് വയ്ക്കുന്നതാണ്. ഇന്ന് തണുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് വിൻഡോസ് തുറക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഈ ബെഡിനകത്താണ് നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം, റെസ്റ്റ് എടുക്കുന്ന എല്ലാം ഈ ബെഡിനകത്താണ്. നമുക്ക് പിന്നെ വേറെ സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ബെഡിലാണ്. അപ്പോൾ ബെഡ് എപ്പോഴും ഇങ്ങനെ ഫുൾ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. കാരണം ഇക്ക അങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോയതേ ഉള്ളൂ. ഇത്രയും നേരം ഇക്കായും ബെഡിലായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കായും ബെഡിൽ റെസ്റ്റ് എടുക്കുമായിരുന്നു. അതിന് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച്. പിന്നെ ഈ തണുപ്പ് സമയത്ത് ഈ ഒരു ബ്ലാങ്കറ്റ് ഒന്നും പോരാ കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ നമുക്കൊന്നും തണുപ്പൊന്നും അത്ര പിടിക്കില്ല. ചൂടൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, തണുപ്പൊന്നും ഒട്ടും പിടിക്കില്ല. പിന്നെ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ഇതുവരെയും എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പനിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ, വരാതിരിക്കട്ടെ. പിന്നെ ഈ വരാതിരിക്കാൻ മെയിനായിട്ടൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഡ്യൂട്ടിക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, മാമ പറയും ഫുൾ ടൈം ഹാൻഡ് വാഷ് ചെയ്യണം. എന്തെടുത്താലും പിടിച്ചാലും തൊട്ടാലും എല്ലാം ഹാൻഡ് വാഷ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 30-40 പ്രാവശ്യമെങ്കിലും ഞാൻ ഹാൻഡ് വാഷ് ചെയ്തിരിക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇതുവരെയും എനിക്ക് പനിയോ തുമ്മലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് മാറാൻ 1-2 മാസമൊക്കെ പിടിക്കും. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ. എന്തായാലും അൽഹംദുലില്ലാ ഇതുവരെയും പനിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ടേബിളൊക്കെ ഒന്ന് ഒതുക്കുകയാണ് കേട്ടോ. എത്ര ഒതുക്കിയാലും കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും അത് വൃത്തികേടാവും. ഞാൻ നൈറ്റ് ലൈവ് ചെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് ഞാൻ കുളവാക്കാറാണ് പതിവ്. അങ്ങനെ ഫുള്ള് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ റൂമിൽ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. പിന്നെ ദാണ്ടേ ഞാൻ മെയിനായിട്ടും ചെയ്യാൻ വന്നത് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മൾ ഹോട്ട് ഓയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ആദ്യം തലയിലാണ് ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പിരികം അത് കണക്ക് തന്നെ കൈ കാല് എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പിന്നെ തണുത്തുറഞ്ഞിരിക്കുകയാണ് വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ നാച്ചുറൽ വെളിച്ചെണ്ണയൊന്നും അല്ല ഉപയോഗിക്കുന്നത്, ലുലുവിൻ്റെ വെളിച്ചെണ്ണയാണ്. നമുക്ക് പിന്നെ വേറെ വെളിച്ചെണ്ണയൊന്നും കിട്ടാൻ വഴിയില്ല. നമ്മൾ പോകുന്നത് ഇങ്ങനത്തെ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടുതലാണ്. അങ്ങനെ പിന്നെ ഞാൻ അടുപ്പത്ത് ചെറിയൊരു പാത്രം വെച്ചിട്ട് 1 സ്പൂണ് ഓയിൽ അതിനകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ചെറിയ ഒരു ചൂടോടെ ആണ് ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്താണ്ട് ചൂടോടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് പിരികത്ത് തേക്കണം, നല്ലതുപോലെ പിരികത്ത് തേച്ച് കൊടുക്കണം. എൻ്റെ പിരികമൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതിന് വിചാരിച്ചൊന്ന് പിരികത്തൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാമെന്ന്.
അങ്ങനെ നല്ലപോലെ പിരിവത്ത് തേക്കുകയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ പോകുമ്പോൾ ഈ പിരികൊക്കെ ഇവിടെ തന്നെ കാണില്ലെങ്കിൽ ഫുള്ള് പൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയാവും. ഒരുപാട് പൊഴിഞ്ഞിട്ടുണ്ട് അത് എൻ്റെ കേട്ടോ. പിന്നെ ഞാൻ എന്താണ്ടേ കുറച്ചൊന്ന് തലയിൽ ചെറിയൊരു ഇളം ചൂടോടെ തേക്കണം കേട്ടോ, എന്നാലേ ഇത് നമ്മുടെ തലയിൽ നല്ലതുപോലെ പിടിക്കത്തുള്ളൂ. പിന്നെ അധിക സമയമൊന്നും നമുക്ക് തേച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. എൻ്റെതാണ് ഒരുപാട് മുടി പോയിട്ടുണ്ട്, ഒരുപാട് മുടി. ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഈ പോയ മുടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കണ്ടിരുന്നേനല്ലേ എന്ന് വിചാരിച്ച്. ഇടയ്ക്ക് എന്തായാലും പോകുന്നു, പക്ഷേ എന്തായാലും കിളിക്കുന്നുണ്ടെന്ന് തോന്നി. ഇല്ലെങ്കിൽ ഇത്രയും മുടി തന്നെ വേറൊരാൾക്ക് വെച്ച് പിടിപ്പിക്കാൻ കാണും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തുകൊണ്ടേ ഇരുന്നു കേട്ടോ. എൻ്റെ തലയിൽ നല്ലൊരു ആശ്വാസം കിട്ടും അങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറിച്ചുകൊണ്ട് വന്ന കറ്റാർവാഴ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്. അതുപോലെ തന്നെ സവാള ഞാൻ പക്ഷെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഇച്ചിരി കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇതിനാണെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ലാണ് ഈ സവാളയ്ക്ക്. പക്ഷെ ചെയ്താൽ റിസൾട്ടുള്ള കാര്യമാണ്. അപ്പം താരനും കാര്യങ്ങളൊക്കെ മാറും. ഇപ്പോൾ വലുതായിട്ട് താരനൊന്നുമില്ല. നമ്മൾ സെബാമേഡിൻ്റെ ഷാമ്പു യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ താരനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനത്തെയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. പക്ഷെ ഞാൻ അരിച്ചെടുക്കാതെ ഇങ്ങനെ ഡയറക്റ്റാണ് തലയിൽ തേക്കുന്നത് കേട്ടോ. ഇത് തേച്ചൊരു 10-20 മിനിറ്റ് മാക്സിമം ഒന്ന് നിൽക്കണം കേട്ടോ. ഞാൻ പിന്നെ ഒരു 10-15 മിനിറ്റ് നിന്നു, കാരണം സമയം 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ആ 2 മണിക്കൂർ കൊണ്ട് എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് തിരിച്ചു പോവുകയും വേണം. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. തല മാത്രമേ ഞാൻ നനച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം ഇത് തല തോർത്തിയെടുത്താലും ഉണങ്ങത്തില്ല. പിന്നെ ഇത് കെട്ടിവെച്ചുകൊണ്ട് പിന്നെ ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് ഭയങ്കര മെനക്കേടാണ്. ഇപ്പം ഈ തണുപ്പും കൂടെ ആയതുകൊണ്ട് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തല. അപ്പം മുടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഇവിടെ നിൽക്കുന്നവർ പ്രത്യേകിച്ച് മുടിയൊക്കെ കൊഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ആ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറുതായിട്ട് ഒരു ഇച്ചിരി കോഫി ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് കോഫി കുടിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി. ഇനി കാണിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ വീക്കെൻഡിൽ ഞാൻ പുറത്ത് പോയപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ഇട്ടിരിക്കുന്ന പർദ്ദ എനിക്ക് മാമ തന്നെയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു പർദ്ദയാണ് കേട്ടോ. വിൻ്റർ സമയത്തൊക്കെ പുറത്തിട്ടുകൊണ്ട് പോകാൻ തന്നെയാണ്. പിന്നെ ഈ സ്പ്രേയും എനിക്ക് മാമ തന്നതാണ് കേട്ടോ. പിന്നെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വണ്ടികൾ ഈ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ പോകണമെങ്കിൽ ടാക്സി വിളിച്ചിട്ട് വേണം പോവാൻ. ഇത് ഓടിക്കുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ദാണ്ടെ നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. അതിൽ കയറി നമ്മൾ പതിവ് പോലെ നെസ്റ്റോയിലേക്ക് തന്നെയാണ് വന്നത്. നമുക്ക് പ്രത്യേകിച്ച് പോകാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ എവിടെ പോയാലും ഈ ടാക്സി വിളിച്ച് പോവണ്ടേ, അതുകൊണ്ട് പിന്നെ നമ്മൾ നെസ്റ്റോയിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. പിന്നെ ദാണ്ടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം വണ്ടിയിൽ ചേഞ്ചൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ നെസ്റ്റോയിലേക്കാണ് കയറിയിരിക്കുന്നത്. പിന്നെ നമ്മളന്ന് കുറച്ച് സവാള മേടിക്കാനുണ്ടായിരുന്നു. സവാളയും പിന്നെ ഏത്തക്കയൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ പിന്നെ ഏത്തക്കയൊക്കെ മേടിച്ചു. ആ പാനിൽ കിടക്കുന്നത് കൊത്തു പൊറോട്ടയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു കൊത്തു പൊറോട്ട മേടിച്ച്. ചിക്കനൊന്നും ഇല്ലായിരുന്നു വലുതായിട്ട്. പിന്നെ കൂടുതലും റൂമിലേക്കുള്ള കുക്കിംഗ് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഇക്കാണ്. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് സെക്ഷനിലോട്ട്, ഈ ഷോള് സെക്ഷനിലോട്ട് വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. ഈ വാച്ചിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ട് അത് മഫ്തയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നെ കുറച്ച് മഫ്തയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കി. ഒന്നും ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് വെറുതെയൊക്കെ ഒന്ന് നോക്കി വെക്കാമല്ലോ. പിന്നെ ഇതുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പേഴ്സാണ് കേട്ടോ. ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുന്നത് പല കളറിൽ ഇവിടെ ഉണ്ട്. നാട്ടിൽ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം. പിന്നെ എൻ്റെ ആമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഉമ്മി വരുമ്പോൾ എനിക്ക് മേക്കപ്പ് സെറ്റ് മേടിച്ചുകൊണ്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന്. പിന്നെ അതാ ഞാൻ ഫോൺ നോക്കുകയാണ്. എനിക്കൊരു ഫോൺ അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഭയങ്കര പ്രോബ്ലം, ഹാങ് ആവുന്നുണ്ട്. പിന്നെ റൂമിലേക്ക് ഒരു പിച്ചാത്തി നോക്കി. പിന്നെ ഇവിടെ പുലാവ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബിരിയാണി റൈസിൻ്റെ പരസ്യം കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അന്നേരം നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റൂമിലെത്തി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട